ഇന്നലെ ഓരോ കടകൾ കയറി ഇറങ്ങിയപ്പം കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസും. അങ്ങനെ വാങ്ങിയ സാധനങ്ങളൊക്കെ പൊട്ടിച്ച് നോക്കാണ്ട് ഒരു സമാധാനമില്ല. കുറേ നാളായിട്ട് വാങ്ങിക്കാൻ വിചാരിക്കുന്ന ഒരു സാധനമായിരുന്നു ഇത്. ബെഡ് സ്പ്രെഡിൻ്റെ കവറാണിത്. മുന്നേ നോക്കിയെടുത്തൊക്കെ ഭയങ്കര പ്രൈസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു, എവിടെയെങ്കിലും കുറഞ്ഞ പ്രൈസിന് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട്. വെറും 15 ദിറംസിനാണ് ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല മെറ്റീരിയലുമാണ്, നല്ല പ്രിൻറ്റും. ഇതിൻ്റെ പില്ലോ കവർ കണ്ടപ്പോഴാണ് 2 പില്ലോ ഒരുമിച്ചിടാൻ പറ്റുന്ന അത്രയും വലുപ്പത്തിലുണ്ട് ഓരോ പില്ലോ കവേഴ്സും. ഇതെന്തായാലും എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി. അടുത്തത് ഒരു കിങ് സൈസിലുള്ള ബെഡ്ഷീറ്റാണ്. വൈറ്റ് കളറിൽ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു ഒരെണ്ണം വാങ്ങിക്കണം എന്നുള്ളത്. ഇതൊരു ഓഫ് വൈറ്റ് പോലത്തെ ഷെയ്ഡാണ്. ഇതിനാണെങ്കിൽ വെറും 12 ദിറംസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പില്ലോ കവേഴ്സും കൂടി വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രീൻ കളർ, ഒരു ഒലീവ് ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇതും സെയിം പ്രൈസാണ്, അതേപോലെ തന്നെ സെയിം മെറ്റീരിയലുമാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ പില്ലോ കവേഴ്സും വരുന്നുണ്ട്, 2 പില്ലോ കവേഴ്സ് വരുന്നുണ്ട്. എനിക്ക് ഈ കളറും ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് കുറച്ച് ടീഷർട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം എങ്ങനെയോ തപ്പി നടക്കുന്ന സമയത്ത് കിട്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പിന്നെ ഈ ഒരു കളറിലുള്ളത് സൈസ് ഞാൻ കുറച്ച് വലിയ സൈസ് തന്നെ നോക്കിയെടുത്തു, കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള നോർമൽ പാൻറ്റ്, പിന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന നോർമൽ പാൻറ്റ്, ഇത് ഞാൻ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലാവൻഡർ പോലത്തെ ഒരു ഷെയ്ഡാണ്. പിന്നെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാൻറ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഫിറ്റിങ്ങും ഭയങ്കര രസമാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റും. പിന്നെ ഈ ഒരു ടീഷർട്ട്, ഇതിൻ്റെ ഫോണ്ടിൻ്റെ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഈ സ്വിസ് ഇമേജിൻ്റെ ഒരു ഫേസ് സ്ക്രബാണ്. പിന്നെ ആ സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഒരു പീൽ ഓഫ് മാസ്കും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസും. ഇത് ആ കൂട്ടത്തിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ക്യൂട്ടായിട്ട് തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ബാക്കിൽ മാഗ്നറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ജ്വല്ലറി ഉണ്ടാക്കുന്ന സമയത്ത് അതിനുവേണ്ടി യൂസ് ചെയ്യാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന യാൺസാണ്. ബ്ലാക്ക് കളറും പിന്നെ ഒരു യെല്ലോ കളറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി തിന്നായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ളതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഓരോന്നിനും 6-7 ദിറംസൊക്കെ പ്രൈസ് വരുന്നുണ്ടായിരുന്നു. സ്വിങ് മെഷീൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാൻ കുറേ നാളെ വാങ്ങിക്കണം വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ അത് കണ്ടു, അങ്ങനെ അത് വാങ്ങിച്ചു. ഇപ്പോൾ എനിക്ക് ഓർഡേഴ്സ് വരുന്നതുകൊണ്ട് പാക്കിങ്ങിനായിട്ട് കുറച്ച് ബോക്സസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രയേ ഉള്ളൂ. എല്ലാം പൊട്ടിച്ച് നോക്കിയപ്പോൾ ഒരു സമാധാനം. താങ്ക് യു ഫോർ വാച്ചിങ്.